സംസ്ഥാനത്ത് സമ്പർക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും ഉറവിടമറിയാത്തവരിൽ രോഗവ്യാപനം കൂടുന്നതിലും ആശങ്ക. ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിക്കുന്നതും പ്രതിസന്ധിയാകുന്നു. ഇതുവരെ 267 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കെത്തിയ രോഗിക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അസ്ഥിരോഗ വാർഡ് അടച്ചു. സ്ഥിതി ഗുരുതരമായ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വീണ്ടും ലോക്ഡൌൺ ഏർപ്പെടുത്താനുള്ള സാധ്യതയേറെ. ഇന്ന് തീരുമാനമുണ്ടായേക്കും. വിവിധ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ് ആദ്യം ചേരുന്നത്. ഉമേഷ്, എന്തായാലും ഇന്നലെ 1000-ലധികം കേസുകളാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. സംസ്ഥാനമുടനീളം ഒരു സമ്പൂർണ്ണ ലോക്ഡൌണിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഒപ്പം തന്നെ തിരുവനന്തപുരത്തിന്റെ ഇന്നത്തെ ഒരു സ്ഥിതി കൂടി എങ്ങനെയാണ്? തീർച്ചയായും രഞ്ജിനി പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം 1000-ലധികം കേസുകൾ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്നിരുന്നു. ഒരു ഘട്ടത്തിൽ ആകെ രോഗികളുടെ എണ്ണം 1000 ആകാൻ ഏകദേശം 128 ദിവസം കേരളത്തിൽ എടുത്തു. എങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു ദിവസം തന്നെ 1000 രോഗികൾ ഉണ്ടാകുന്ന ഒരു സവിശേഷ സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത്. ഇതിൽ ഭൂരിഭാഗവും കോണ്ടാക്ട് കേസുകൾ അഥവാ സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നവരാണ് എന്നുള്ളതാണ് ഇതിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കൂടുതലും വിദേശത്തു നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ എത്തിയവർക്കായിരുന്നു രോഗം പകരുന്നതെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെടുകയും ആ ക്ലസ്റ്ററുകളിൽ വലിയ രീതിയിൽ രോഗം പകരുകയും ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത്. ഇതുതന്നെയാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നതും. ഉറവിടമറിയാത്ത കോവിഡ് രോഗികളുടെ എണ്ണവും സംസ്ഥാനത്ത് കൂടുകയാണ്. ജില്ലാ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് അതീവ ഗുരുതരാവസ്ഥ തുടരുകയാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം 4 കൗൺസിലർമാർക്ക്, നഗരസഭാ കൗൺസിലർമാർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതുതന്നെയാണ് ഏറ്റവും ഒരുപക്ഷെ ആശങ്ക ജനിപ്പിക്കുന്നതും. കാരണം ഏറ്റവും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടവരാണ് ഇവർ. ഈ 4 വാർഡുകളും കോവിഡ് ക്ലസ്റ്ററുകളിൽ പെടുന്ന സ്ഥലങ്ങളല്ല എന്നുള്ളതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. 40 പേരെ പരിശോധിച്ചപ്പോഴാണ് അതിൽ 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. അതായത് 10% കൗൺസിലർമാർക്ക്, പരിശോധിച്ചതിൽ 10% കൗൺസിലർമാർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. സമ്പർക്കത്തിലൂടെ ഇന്നലെയും കേസുകൾ തിരുവനന്തപുരത്ത് 200 കടന്നിരുന്നു. 205 പേർക്കാണ് ഇന്നലെ സമ്പർക്കത്തിലൂടെ തിരുവനന്തപുരത്ത് മാത്രം രോഗം പകർന്നത്. കൂടാതെ 18 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്നലെ രോഗം പകർന്നിരുന്നു. ഈ രീതിയിൽ ആരോഗ്യ പ്രവർത്തകർക്കിടയിലും രോഗം വലിയ രീതിയിൽ വ്യാപിക്കുകയാണ്. വലിയ രീതിയിൽ പ്രദേശങ്ങളിൽ, അതായത് മെഡിക്കൽ കോളേജിലാകട്ടെ കോവിഡ് രോഗികൾ ഇല്ലാത്ത മേഖലയിലും, അതായത് കോവിഡ് രോഗികളല്ലാത്ത മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തുന്ന മേഖലയിൽ കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കും അടക്കം രോഗം സ്ഥിരീകരിക്കുന്നു. ഇത് കഴിഞ്ഞ ദിവസത്തിന് മുമ്പുള്ള കണക്ക് വരെ എടുത്തു കഴിഞ്ഞാൽ 34 പേർക്ക് വരെ, അതായത് കൂട്ടിരിപ്പുകാർക്കും മറ്റ് രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് എത്തിയ ആളുകൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും കൂടെ 34 പേർക്ക് ഒരു ദിവസം രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം വരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിൻ്റെ സ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ക്ലസ്റ്ററുകൾ വിട്ട്, അതായത് തീരമേഖലയിലായിരുന്നു ആദ്യഘട്ടത്തിൽ, പുല്ലുവിളയിലും പൂന്തുറയിലും മാത്രമാണ് സമൂഹ വ്യാപനം ഉണ്ടായതായി സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതെങ്കിൽ പോലും അതിന് പുറത്തേക്ക് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. മറ്റ് ചെറിയ ചെറിയ ക്ലസ്റ്ററുകൾ വിവിധ മേഖലയിൽ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഉമേഷാണ് വിശദാംശങ്ങൾ നൽകുന്നത്. കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ അവിടെ നിന്നും വി വിനോദാണ് ചേരുന്നത്. വിനോദ്, ഇന്നലെ തിരുവനന്തപുരം കഴിഞ്ഞാൽ ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊല്ലത്താണ്. 133 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ ഭൂരിഭാഗവും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. എങ്ങനെയാണ് അവിടുത്തെ നിലവിലെ ഒരു സ്ഥിതി? ഈ 133 കേസുകളും ചില ഭാഗങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചാണോ, അതോ ജില്ലയിൽ ഉടനീളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ടോ? രഞ്ജിനി, 133 കേസുകളിൽ 116 കേസും സമ്പർക്കം വഴി ആണ് എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമ്പർക്ക രോഗികളുടെ എണ്ണം ഗണ്യമായി ജില്ലയിൽ ഉയരുന്നു എന്നത് ആശങ്കപ്പെടുത്തുന്ന വസ്തുതയായി നിലനിൽക്കുന്നുണ്ട്. രഞ്ജിനി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തീരദേശത്തായിരുന്നു കൂടുതൽ രോഗവ്യാപനമെങ്കിൽ ഇപ്പോൾ ജില്ല മുഴുവനായും ഈ രോഗം സ്ഥിരീകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 37 ഗ്രാമപഞ്ചായത്തുകൾ പൂർണ്ണമായും, ആ പഞ്ചായത്തുകളിലെ വാർഡുകൾ എല്ലാം തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 മുനിസിപ്പാലിറ്റികൾ, പരവൂരും അതോടൊപ്പം തന്നെ പുനലൂർ, ഈ 2 മുനിസിപ്പാലിറ്റികളും പൂർണ്ണമായി കണ്ടെയ്ൻമെന്റ് സോണിലാക്കിയിട്ടുണ്ട്. റെഡ് കളേർഡ് കണ്ടെയ്ൻമെന്റ് എന്ന നിലയിലുള്ള നിയന്ത്രണങ്ങളും തുടരുന്നുണ്ട്. കൊല്ലം കോർപ്പറേഷനിൽ ഏതാണ്ട് 6 ഡിവിഷനുകളാണ് ഈ തരത്തിൽ മാറ്റിയിരിക്കുന്നത്. നേരത്തെ തന്നെ 4 ഹാർബറുകളുടെ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. ഏതാണ്ട് 1.5 ആഴ്ച തന്നെ അത് പിന്നിടുന്നുണ്ട്. മത്സ്യ വിപണനവും വിൽപ്പനയും ഒക്കെ തന്നെ നിരോധിച്ചെങ്കിൽ കൂടി വലിയ തോതിൽ രോഗവ്യാപനം ഉണ്ടാകുന്നു. 2 KSRTC കണ്ടക്ടർമാർക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചടായിമംഗലം പുനലൂർ ഡിപ്പോകൾ അടച്ചുപൂട്ടി. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ പോലീസ് ഉദ്യോഗസ്ഥന് കോവിഡ് സ്ഥിരീകരിച്ചു. 2ാമത്തെ പോലീസ് ഉദ്യോഗസ്ഥനാണ്. കഴിഞ്ഞ ദിവസവും 3 ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം
സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ശരി. സർക്കാരിന്റെ ഭാഗമായി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കൂടി ഈ രോഗം വലിയ തോതിൽ വരുന്നു എന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായി തന്നെ നിലനിൽക്കുന്നു. രഞ്ജിനി, കൊച്ചിയിലേക്ക് വരുമ്പോൾ സിജോ അവിടെ നിന്നും ചെയ്യുന്നുണ്ട്. സിജോ, ഇന്നലെ 92 കേസുകളാണ് ജില്ലയിലുള്ളത്. സമ്പർക്കമാണ് കൂടുതലും. പ്രത്യേകിച്ചും ആലുവ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും. എങ്ങനെയാണ് നിലവിൽ ജില്ലയിലെ പൊതുവെയുള്ള ഒരു സ്ഥിതി? എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന ക്ലസ്റ്റർ ഏരിയ എന്ന് പറയുന്നത് ആലുവ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ആലുവ ഇന്ന് പൂർണ്ണമായും കർഫ്യൂയിലോട്ട് നീങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ കർഫ്യൂ നിലവിൽ വന്നിരിക്കുകയാണ് ആലുവ മുനിസിപ്പാലിറ്റി. അതോടൊപ്പം തന്നെ സമീപമുള്ള 7 പഞ്ചായത്തുകൾ കടുങ്ങല്ലൂർ, കരുമാലൂർ, ആലങ്ങാട്, ചെങ്ങമനാട്, എടത്തല, ചൂർണിക്കര പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ കർഫ്യൂ നിലവിൽ വന്നിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം കർശനമായ നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നു. അവശ്യ സർവീസുകൾ മാത്രമേ ഇവിടെ അനുവദിക്കുകയും ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല ആളുകൾക്ക് പുറത്തു പോകുന്നതിന് ശക്തമായ നിയന്ത്രണങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവശ്യ വസ്തുക്കൾ, സാധനങ്ങൾ വാങ്ങുന്നതിന് മാത്രമാണ് ഈ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ നിന്ന് ആളുകൾക്ക് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സാഹചര്യമുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം പൂർണ്ണമായും ബാരിക്കേഡ് വെച്ച് അടയ്ക്കുകയും പോലീസിന്റെ ശക്തമായ നിയന്ത്രണത്തിൽ തന്നെയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. ഈ പ്രദേശങ്ങളിൽ കടകൾ തുറക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഹോൾസെയിൽ ഷോപ്പുകൾ അത് തുറക്കുന്നതിന് രാവിലെ 7 മണി മുതൽ 9 മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം റീറ്റെയിൽ ഷോപ്പുകൾ, അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ്. അത് വിൽക്കുന്നതിന് 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് സമയം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സമയം കഴിഞ്ഞ് ഷോപ്പുകൾ തുറന്നാൽ കർശനമായ നടപടികൾ എടുക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കും ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ദേശീയപാതയോട് ചേർന്നിരിക്കുന്ന പ്രദേശമായതിനാൽ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് നിയന്ത്രണങ്ങളില്ല. പക്ഷേ ഈ കണ്ടെയ്ൻമെന്റ് സോണിന്റെ പ്രദേശങ്ങളിൽ വരുന്ന സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിടാൻ പാടില്ല എന്ന ശക്തമായ നിർദ്ദേശവും നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കർശന നിയന്ത്രണങ്ങളാണ് എറണാകുളം ജില്ലയിൽ തുടരുന്നത്. പ്രത്യേകിച്ചും ആലുവയിൽ കർഫ്യൂ ഏർപ്പെടുത്തിയ സാഹചര്യമെല്ലാം ഉണ്ട്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ സുബി വിശ്വനാഥാണ് അവിടെ നിന്നും ചേരുന്നത്. സുബി, എന്തായാലും ഇന്നലെ 56 കേസുകൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കേസുകൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ജില്ലയിലും. എങ്ങനെയാണ് ഇങ്ങനെ സമ്പർക്ക രോഗികളടക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും എല്ലാം പ്രവർത്തനം? രഞ്ജിനി, ഇന്നലെ റിപ്പോർട്ട് ചെയ്ത 56 കേസുകളിൽ 33 കേസുകളും സമ്പർക്ക കേസുകളാണ്. ഇതിൽ ഉറവിടമറിയാത്ത കേസുകൾ ഉൾപ്പെടെയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സമൂഹ വ്യാപനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന രീതിയിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും വലിയ തോതിലുള്ള ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അവശ്യ സാധനങ്ങളുടെ കട തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു സ്ഥലത്ത് ഒരു കട എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ പോലും സൂപ്പർ മാർക്കറ്റുകൾക്കകത്ത് പോലും ആളുകൾക്ക് കയറി പോകാതെ പുറത്തേക്ക് സാധനങ്ങൾ എടുത്തു നൽകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. വലിയ തോതിലുള്ള പരിശോധനയും ജാഗ്രതയുമാണ് ജില്ലയിൽ തുടർന്നു പോരുന്നത്. ഏതായാലും ഇന്നലെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഇരിങ്ങാലക്കുടയിലാണ്. സമ്പർക്ക കേസുകളും റിപ്പോർട്ട് ചെയ്തത് ഇരിങ്ങാലക്കുടയിലാണ് പുതിയ 2 ക്ലസ്റ്ററുകൾ കൂടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് KSC ക്ലസ്റ്ററാണ്. KSC കാലിത്തീറ്റയിലെ നിരവധി തൊഴിലാളികൾക്കും ജീവനക്കാർക്കും ഇവിടെ രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന ബീഹാർ സ്വദേശികൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവരിൽ നിന്നാണ് രോഗബാധ അവിടെയുള്ള മലയാളികളായ തൊഴിലാളികളിലേക്ക് കൂടെ പകർന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ മാത്രം ഇവിടെ 15 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ KLF ക്ലസ്റ്ററിലും നിരവധി പേർക്ക് നേരത്തെ മുതൽ തന്നെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ 8 പേർക്ക് ഇവിടെ രോഗം സ്ഥിരീകരിച്ചു. ഒപ്പം തന്നെ 5 ആരോഗ്യ പ്രവർത്തകർക്കും ഇരിങ്ങാലക്കുടയിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ 5 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്നലെ രോഗബാധ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആരോഗ്യ പ്രവർത്തകർക്കടക്കം ജില്ലയിൽ രോഗബാധ സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ പ്രസാദ് ഉടുമ്പശ്ശേരി ചേർന്നു. പ്രസാദ്, ഇന്നലെ സംസ്ഥാനത്ത് 1000-ലധികം പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പട്ടാമ്പിയെല്ലാം കേന്ദ്രീകരിച്ച് നിരവധി സമ്പർക്ക കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഏറ്റവും അധികം സമ്പർക്ക കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു. എന്നാൽ ഇന്നലെ 34 പേർക്ക് മാത്രമാണ് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചത്. പൊതുവെ ഒരു കണക്ക് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ആശ്വാസം വന്നു തുടങ്ങിയോ ജില്ലയിൽ നിന്നും?
രഞ്ജിനി, ആശ്വാസം എന്ന് പറയാൻ ഇന്നലെ 34 കേസുകളിൽ 25 കേസുകളും പട്ടാമ്പിയിൽ തന്നെയായിരുന്നു. പട്ടാമ്പിയിൽ ഇന്ന് 6ാമത്തെ ദിവസമാണ് ആന്റിജൻ പരിശോധന. ഇന്ന് മുതുതല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുക. ഇന്നലെ ഓങ്ങല്ലൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടന്നിരുന്നത്. എങ്കിൽ പോലും എടുത്തു പറയേണ്ട ഒരു കാര്യം, പട്ടാമ്പി നഗരസഭ ഒരു ക്ലസ്റ്ററായി രൂപപ്പെട്ടെങ്കിലും അതിന് സമീപമുള്ള പഞ്ചായത്തുകളിലേക്ക് ഒരു സൂപ്പർ സ്പ്രെഡ് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിലയിരുത്തലേക്കാണ് ആരോഗ്യവകുപ്പ് പോകുന്നത്. രോഗവ്യാപനം, രോഗികളുടെ എണ്ണം ഈ പറയുന്ന പഞ്ചായത്തുകളെല്ലാം തന്നെ കൂടിയിട്ടുണ്ട് ുണ്ടെങ്കിൽ പോലും അതൊരു സൂപ്പർ സ്പ്രെഡിലേക്കോ കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്കോ പോകുന്ന തരത്തിലേക്ക് മാറിയില്ല എന്നുള്ളത് വലിയ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. കാരണം അത് പട്ടാമ്പി മാത്രമല്ല, പട്ടാമ്പിയോട് ചേർന്ന് കിടക്കുന്ന ജില്ലാ അതിർത്തികൾ തൃശ്ശൂരിന്റെയും മലപ്പുറത്തിനും എല്ലാം തന്നെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. വലിയ തോതിലുള്ള ഒരു ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. ഇവിടെ പട്ടാമ്പി നഗരസഭയിൽ രോഗം സ്ഥിരീകരിക്കുകയും രോഗികളുടെ എണ്ണം 3 ദിവസത്തിനുള്ളിൽ 100-ലേറെ പോവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ വലിയ ആശങ്ക തന്നെയാണ് ജില്ലയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നടത്തിയ പരിശോധനയിൽ ഇന്നലെ നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ലഭ്യമാവുക. നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെ 20-ലേറെ കേസുകൾ, 28 കേസുകൾ ആണ് ഓങ്ങല്ലൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് ഇന്ന് ഔദ്യോഗികമായി പുറത്തുവിടുന്നത് ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും. ഇത്തരം കേസുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ 50-ന് മുകളിലും അല്ലെങ്കിൽ 40-ന് മുകളിലും എല്ലാം തന്നെ കേസുകൾ വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കുറവ് വന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും എല്ലാ പഞ്ചായത്തുകളിലും പരിശോധനകൾ നടത്തുക എന്നുള്ളതാണ്. അതോടൊപ്പം വീടുകൾ കേന്ദ്രീകരിച്ച് സർവേ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ സർവേ നടക്കുന്നുണ്ട്. 5000-ലേറെ വീടുകൾ പട്ടാമ്പി നഗരസഭയിൽ മാത്രം കയറിയിട്ടുണ്ട്. ഇതിൽ 6 പേർക്കാണ് ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ട് ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം നേരിയ ഒരു ആശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ അത് ഒരിക്കലും ഒരു ജാഗ്രത കുറവിനും ഇടവരുത്താതെ തന്നെ മറ്റ് പരിശോധനകളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ പട്ടാമ്പി താലൂക്കിലും അതോടൊപ്പം തന്നെ നെല്ലായ പഞ്ചായത്തിലും എല്ലാം തന്നെ ലോക്ക്ഡൌൺ നിലവിലുണ്ട്. ഇവിടെയെല്ലാം തന്നെ കർശന നടപടികളാണ് പോലീസും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം ഇന്നലെ പാലക്കാട് വലിയങ്ങാടിയിലും പുതുനഗരത്തിലും എല്ലാം തന്നെ പരിശോധന നടത്തിയിരുന്നു. ഇന്ന് മണ്ണാർക്കാട് മാർക്കറ്റിലാണ് പരിശോധന നടക്കുക. ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുകയും രോഗവ്യാപനം തടയുന്നതിനാവശ്യമായ കർശന നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കർശന നടപടികളാണ് പാലക്കാട് ജില്ലയിൽ ഉടനീളം ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെ എല്ലാം ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ CV അനുമോദാണ് അവിടെ നിന്നും ചേരുന്നത്. അനുമോദ്, ഇന്നലെ 61 കേസുകൾ ഉണ്ടല്ലോ ജില്ലയിൽ. ഈ പൊന്നാനി കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം ഏറ്റവും പ്രശ്നങ്ങൾ പുറത്തു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ കൊണ്ടോട്ടി കേന്ദ്രീകരിച്ചും അത്തരം റിപ്പോർട്ടുകളൊക്കെയും പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് സ്ഥിതി നിലവിൽ? മലപ്പുറത്ത് പ്രധാനമായിട്ടും 4 ഇടങ്ങളിലാണ് ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ നൽകുന്നത്. ഒന്ന് പൊന്നാനി, മലപ്പുറം നഗരസഭ, കൊണ്ടോട്ടി നഗരസഭാ പരിധി, നിലമ്പൂർ. ഇതിൽ കൊണ്ടോട്ടിയും നിലമ്പൂരും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ കൊണ്ടോട്ടിയും നിലമ്പൂരും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരുന്നു. ഇക്കാര്യം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉത്തരവ് നൽകുന്നതിൽ ചെറിയ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പോലീസ് നിലമ്പൂർ നഗരസഭ മുഴുവനായും കണ്ടെയ്ൻമെന്റ് സോണായി കണക്കാക്കിയുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പൊന്നാനിയിൽ കഴിഞ്ഞ ദിവസം സ്ക്രീനിംഗ് നടത്തിയിരുന്നു. ഈ സ്ക്രീനിംഗിൽ ഏകദേശം 500-ലധികം പേർക്ക് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ അവർക്ക് ലക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു. അവർക്ക് കൂടുതൽ ആന്റിജൻ ടെസ്റ്റുകളും മറ്റു നടപടികളും ഇന്ന് നടക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നും നാളെയുമായി പൊന്നാനിയിൽ 2ാമത്തെ ആന്റിജൻ ടെസ്റ്റ് പരിശോധനകൾ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ മലപ്പുറത്ത് ആന്റിജൻ പരിശോധനയിൽ ഇന്നലെ 4 പേർക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ 2ാമത്തെ ഫലം കൂടി വന്നതിന് ശേഷം മാത്രമേ ഔദ്യോഗികമായിട്ട് അത് പ്രഖ്യാപിക്കുകയുള്ളൂ. സമാനമായൊരു സാഹചര്യം നിലമ്പൂരിലും ഉണ്ട്. കൊണ്ടോട്ടിയിലും കൂടുതൽ പേർക്ക് ആന്റിജൻ പരിശോധന നടത്താനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ 4 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇനി മലപ്പുറത്ത് ഇന്നും നാളെയുമായിട്ടുള്ള പ്രധാനപ്പെട്ട നടപടികളെല്ലാം തന്നെ പൂർത്തിയാവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ 23 പേർക്ക് ഉറവിടം അറിയാത്ത രീതിയിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതിൽ ഭൂരിഭാഗം പേരും വിവിധ മേഖലകളിൽ വിവിധ തൊഴിൽ സംരംഭങ്ങളിൽ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. ഇവർക്കെല്ലാം തന്നെ എങ്ങനെ രോഗം ബാധിച്ചു എന്നതൊരു ആശങ്കയുണ്ട്. മത്സ്യ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചാണ് രോഗം പടരുന്നത് എന്നാണ് ആരോഗ്യവകുപ്പിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും പൊതുവെയുള്ള വിലയിരുത്തൽ. അങ്ങനെ സമ്പർക്ക രോഗികളാണ് മലപ്പുറം ജില്ലയെയും ഏറ്റവും ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യമുള്ളത്. CV അനുമോദിന്റെ റിപ്പോർട്ടാണ് അവിടെ നിന്നും കണ്ടത്. കണ്ണൂരേക്ക് വരുമ്പോൾ മനു ഭരത് അവിടെ നിന്നും ചേരുന്നുണ്ട്. മനു, ഇവിടെ ഈ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കെത്തിയ രോഗിക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യമുണ്ട്. അസ്ഥിരോഗ വാർഡ് അടയ്ക്കുന്ന സാഹചര്യം എല്ലാം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കേസുകളും വർദ്ധിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. നിലവിലെ ഒരു സ്ഥിതി എങ്ങനെയാണ് കണ്ണൂരിൽ? രഞ്ജിനി, ഇന്നലെ 13 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായിരിക്കുന്നു. അതുപോലെ 3 ആരോഗ്യ പ്രവർത്തകർക്ക്, അത് പരിയാരം മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. രഞ്ജിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കണ്ണൂരിൽ
ജില്ലാ ആശുപത്രിയിലെത്തിയ ഒരു രോഗിക്ക് COVID-19 സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അവിടുത്തെ ഈ അസ്ഥിരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട വാർഡ് അണുവിമുക്തമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തൽക്കാലത്തേക്ക് അടച്ചിരിക്കുന്നു. അത് 2 ദിവസത്തിനുള്ളിൽ തുറക്കാൻ കഴിയും എന്നാണ് മെഡിക്കൽ സൂപ്രണ്ട് നമ്മളോട് പറയുന്നത്. ഏതായാലും ഈ പരിയാരത്ത് ഈ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ രോഗബാധ ഉണ്ടാകുന്നു എന്നത് ഗൗരവമായി തന്നെയാണ് ഇവിടെയുള്ള ആരോഗ്യ ഉദ്യോഗസ്ഥർ കാണുന്നത്. ഒപ്പം തന്നെ അവിടെ കൂടുതൽ ഈ പരിശോധനകൾ, റാപ്പിഡ് ടെസ്റ്റുകൾ നടത്താനുള്ള തീരുമാനവും സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ രോഗികളെയും അതുപോലെ ആരോഗ്യ പ്രവർത്തകരെയും എല്ലാം തന്നെ ഈ റാപ്പിഡ് ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിലപാട്. പക്ഷേ അതേസമയം തന്നെ അവിടെ ഒരു കിംവദന്തി ഇങ്ങനെ പരക്കുന്നുണ്ട്. 110 പേരെ ചികിത്സിച്ചപ്പോൾ 100-ലധികം ആളുകൾക്ക് COVID-19 ഉണ്ട് എന്ന തരത്തിലുള്ള ഫലം വന്നു എന്ന ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്. ഇതിനെതിരെ ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരം ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കും എന്നും അവർ പറയുന്നു. പക്ഷേ അതേസമയം തന്നെ അവിടെ 3 പേർക്ക് അവിടെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. മറ്റൊന്ന്, ഈ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ DSC സെന്ററിലാണ്. ഇന്നലെ അവിടെ കണ്ണൂർ DSCയിലുള്ള 5 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി 84 പേർക്ക് DSCയിൽ COVID-19 സ്ഥിരീകരിക്കുകയാണ്. ശരി, ആരോഗ്യ പ്രവർത്തകർക്കടക്കം രോഗം സ്ഥിരീകരിക്കുന്നു. പരിയാരം മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകർക്കടക്കം രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് നിലവിൽ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കാസർഗോഡേക്ക് വരുമ്പോൾ KV ബൈജു ആണ് അവിടെ നിന്നും ചേരുന്നത്. ബൈജു, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാസർഗോഡ് ദിനംപ്രതി കേസുകൾ വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ 100-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ് ജില്ലയിൽ നിന്നും? തീർച്ചയായും രഞ്ജിനി, ഇന്നലെ 100 കടന്ന് കോവിഡ് രോഗികളെത്തി. അതും 86 പേർക്ക് സമ്പർക്കത്തോടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. കുമ്പളയിൽ മാത്രം 41 പേർക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. ഈ കുമ്പള, ചെങ്കള പ്രദേശങ്ങളിൽ രോഗികളുടെ എണ്ണം 100 കടന്നിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ ആശങ്ക തന്നെയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബന്തടുക്ക, മാണിമൂല, അതുപോലെ തന്നെ സുള്ളിയ, BC റോഡ് വഴി മഞ്ചേശ്വരം, ഇത്തരം പ്രദേശങ്ങളിലൂടെ ഇപ്പോഴും ഊടുവഴികളിലൂടെ കാസർഗോഡ് ജില്ലയിലേക്ക് കൂടുതൽ പേർ എത്തുന്നുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജില്ലയിൽ ഇത്തരത്തിൽ സമ്പർക്കത്തോടെ രോഗവ്യാപനം വർദ്ധിക്കാനും ഇടയാക്കുന്നത്. ഇത് ഈ വരും ദിവസങ്ങളിലും രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പും പറയുന്നത്. എന്തായാലും മലയോര മേഖലകളിലും നഗര പ്രദേശങ്ങളിൽ സമാനമായി രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. കോളിച്ചാൽ, രാജപുരം, പനത്തടി, ബളാൽ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ കോവിഡ് ബാധിതരുണ്ട്. ഓട്ടോ ഡ്രൈവർക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പനത്തടി പഞ്ചായത്ത്, അതുപോലെ തന്നെ രാജപുരം, ഈ പ്രദേശങ്ങൾ പൂർണ്ണമായും ലോക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നീലേശ്വരം, തൃക്കരിപ്പൂർ ഈ ഭാഗങ്ങളിലേക്കും രോഗബാധിതർ എത്തുന്നു എന്നതും വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിയന്ത്രണം ഒരു ഭാഗത്ത് കർശനമായി തുടരുമ്പോഴും രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കുന്നത്. രഞ്ജിനി, ശരി, ബൈജു ആണ് കാസർഗോഡ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ സംസ്ഥാനത്ത് 1038ഓളം പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. അതും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ സ്ഥിരീകരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമാവുന്നത്. ദിനംപ്രതി ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ജാഗ്രത കൈവിടാതെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം കൂടിയാണിത്. വിവിധ ഇടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളാണ് കോവിഡുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഇപ്പോഴത്തെ സംഘവുമായി ബന്ധമുണ്ട് എന്ന നിഗമനം. മൂവാറ്റുപുഴ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. സ്വപ്നയെയും സന്ദീപിനെയും NIA കസ്റ്റഡിയിൽ കസ്റ്റംസ് ഇന്ന് ചോദ്യം ചെയ്യും. കാർഗിൽ വിജയദിനം 26-ന്. -30 ഡിഗ്രി വരെ തണുപ്പ് താഴുന്ന കാലാവസ്ഥയായിരുന്നു കാർഗിൽ യുദ്ധം. 30,000 സൈനികരാണ് ഇന്ത്യയുടെ അഭിമാനം കാക്കാൻ യുദ്ധത്തിനിറങ്ങിയത്. ജാട്ട് റെജിമെന്റിലെ വീരനായകനായിരുന്ന ക്യാപ്റ്റൻ സൗരഭ് കാലിയെയും 4 സഹപ്രവർത്തകരെയും പാകിസ്ഥാൻ റാഞ്ചിയതോടെയാണ് ഇന്ത്യ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. 5 പേരായിരുന്നു അവർ. ക്യാപ്റ്റൻ സൗരഭ് കാലിയ, സൈനികരായ അർജുൻ റാം ബസ്വാന, മുലാറാം, നരേഷ് സിംഗ് സിൻസിവാർ, ഭവൻലാൽ ബഗാരിയ, പിന്നെ ഭിക്കാറാമും. 1999 മെയ്യിൽ കാർഗിൽ യുദ്ധത്തിന്റെ തുടക്കം ഇവരിൽ നിന്നായിരുന്നു. കാലിമേയ്ക്കാൻ പോയവരാണ് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ മേഖലയിൽ കടന്നു കയറുന്നതായി വിവരം കൈമാറിയത്. കേട്ടറിഞ്ഞു പോയതായിരുന്നു 5 പേരും. എത്ര ക്രൂരമായാണ് പാകിസ്ഥാൻ സൈന്യം പെരുമാറിയത് എന്നതിന്റെ സൂചനയായിരുന്നു കണ്ടെടുത്ത 5 പേരുടെയും ജഡങ്ങൾ.
കൈകാലുകൾ ഛേദിക്കപ്പെട്ടു, കണ്ണുകൾ ചൂഴ്ന്നെടുത്തു, ജനനേന്ദ്രിയങ്ങൾ ഛേദിച്ചു. ജനീവ കൺവെൻഷന്റെ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയുള്ള ആ ആക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയായിരുന്നു കാർഗിൽ യുദ്ധം. ജൂലൈ 26 വിജയദിനം എത്തുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മിക്കപ്പെടുന്ന പേരാണ് ക്യാപ്റ്റൻ സൗരഭ് കാലിയയുടേത്. രാമായണ ശീലുകളുടെ കർക്കിടകം. രാമായണത്തിന്റെ പ്രാദേശിക വകഭേദങ്ങളിൽ ഏറ്റവും രസകരമാണ് വടക്കൻ മലബാറിലെ മാപ്പിള രാമായണം. വാമൊഴിയായി പ്രചരിച്ച മാപ്പിള രാമായണം 2 മതങ്ങളുടെ കൂടിച്ചേരലിന്റെ കൂടി കഥയാണ്. വ്യത്യസ്തമായ ആഖ്യാന ശൈലിയും മാപ്പിള പശ്ചാത്തലത്തിലുമുള്ള പ്രയോഗങ്ങളുമാണ് മാപ്പിള രാമായണത്തെ വ്യത്യസ്തമാക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി നാട്ടിൽ ഇന്ന് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. പണ്ട് താടിക്കാരനൗലി പാടി വന്നൊരു പാട്ട് കണ്ടതല്ലേ ഞമ്മളിലാമായണം കഥ പാട്ട്. കർക്കിടകം കാത്തു കാത്തു കുത്തിരിക്കും പാട്ട്, കാത് രണ്ടിലും കൈവിരലിട്ടോരി കൂട്ടും പാട്ട്. ഇതിലും ലളിതമായി രാമായണം കഥ പറയുന്നത് എങ്ങനെയെന്ന് മാപ്പിള രാമായണം കേൾക്കുന്ന ആരും സംശയിച്ചു പോകും. വടക്കൻ മലബാറിലെ മാപ്പിള ജീവിത പരിസരത്തു നിന്നുള്ള വാക്കുകളും പ്രയോഗങ്ങളും കൊണ്ട് സമ്പന്നമാണ് മാപ്പിള രാമായണം. വാൽമീകി താടിക്കാരനൗലിയും രാമൻ ലാമനും ലക്ഷ്മണൻ ലക്ഷ്മണനുമാവുന്നു. നഞ്ഞു നക്കിയ പടച്ചോന്റെ വില്ലൊടിച്ച പാട്ട്, കുഞ്ഞുകുട്ടി തങ്കമോളെ കൈപിടിച്ച പാട്ട്. രാമായണം എന്ന് പറഞ്ഞാൽ തന്നെ ബഹുസ്വരതയുള്ള നാടോടി ആഖ്യാനങ്ങൾ നിരവധിയുണ്ടല്ലോ. ഗോത്താനി രാമായണം, ശേരി രാമായണം, നമ്മുടെ കൊച്ചു കേരളത്തിലെ ആദിവാസി രാമായണങ്ങൾ, അടിയ രാമായണങ്ങൾ ഒക്കെ തന്നെയുണ്ട്. രാമായണ ചിന്തകൾ വേറെയുമുണ്ട്. അങ്ങനെ വരുമ്പോൾ മാപ്പിള രാമായണം എന്ന് പറയുന്നത് നമ്മുടെ വടക്കൻ മലബാറിൽ പ്രാദേശികമായിട്ട് ഉള്ള ഒരു രാമായണത്തിന്റെ പാഠഭേദമാണെന്ന് പറയാം. ഇതിൽ പ്രാദേശികമായിട്ട് മാപ്പിള ചൊല്ലുകളും മൊഴികളും വളരെ സുന്ദരമായി ചേർത്തിരിക്കുന്നു. ഉദാഹരണമായിട്ട് താടിക്കാരൻ ഔലി എന്ന് വിശേഷിപ്പിക്കുന്നത് വാൽമീകിയും താടിക്കാരനാണെന്ന് ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ വാൽമീകിയാണ് താടിക്കാരനായ ഔലിയോട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ വിക്കി ലാസ്ലാസിൻ മൗത്തിലായി അറബി മലയാള പദങ്ങളുടെ ചേരുവയും ഈ മാപ്പിള രാമായണത്തിൽ കാണാം. അതുപോലെ നാട്ടുമൊഴികൾ, കേരളീയ പശ്ചാത്തല നാടൻപാട്ട് പറയുമ്പോഴേ നാട്ടുമൊഴികളും ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. തടി പഠിപ്പിക്കും നേരത്ത് പാലുള്ളാനുമാനോലെങ്കയിൽ ചടിച്ചേലുള്ള കൊമ്പത്ത് കൂടണേ താനിന്നെ 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 തനം. മലർക്കന് സീതയെ കണ്ട് മിന്നു മൊടിപ്പന്ന് വാങ്ങണ്, മലകപ്പണ്ണിന്റെ മാറ്റി കണ്ടിട്ട് വാലുള്ളിക്കാരം ചെയ്യണ താനിന്നെ. വടക്കൻ പാട്ടുകളുടെ കുലപതി TH കുഞ്ഞിരാമൻ നമ്പ്യാർക്ക് നൊസ് ഹസൻ എന്ന നാടോടിയിൽ നിന്ന് കിട്ടിയതാണത്രേ മാപ്പിള രാമായണം. കർക്കിടകം കാത്തുകാത്ത് കുത്തിരിക്കും പാട്ടെന്ന് രാമായണത്തെ വിശേഷിപ്പിക്കുന്ന നർമ്മബോധം മാപ്പിള രാമായണത്തിൽ ഉടനീളം കാണാം. കുന്നും മലയും കയറിക്കീ ജലമ്പഴരേക്കം വന്നൊരു സുന്ദരിലാവേൺ എന്റെ വെങ്ങളും. TH പാടി നടന്ന മാപ്പിള രാമായണം പുതുതലമുറയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് 20 വർഷമായി രാമായണ പാഠങ്ങളിൽ ഗവേഷണം നടത്തുന്ന ഗിരീഷ് ശാംബ്ര. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവായ ഗിരീഷും സംഘവും ഇതിനോടകം നിരവധി വേദികളിൽ മാപ്പിള രാമായണം അവതരിപ്പിച്ചു. ആരാ ഇങ്ങള് വല്യക്കാരാ പേരെന്താടോ, കൂടെ കാണും ആരാ പെണ്ണ് പീഡാരാണോ. പല മതങ്ങൾ സഹവർത്തിത്വത്തോടെ ജീവിച്ച, പരസ്പരം സംസ്കാരങ്ങൾ കൈമാറിയ ഒരു തലമുറ മലബാറിൽ ജീവിച്ചിരുന്നു. രാമന്റെയും ലക്ഷ്മണന്റെയും മാത്രമല്ല, അവരുടെ കൂടിച്ചേരലിന്റെ കൂടി കഥയാണ് മാപ്പിള രാമായണം. അതുതന്നെയാണ് മാപ്പിള രാമായണത്തിന്റെ പ്രസക്തിയും. വിനോദ് കുമാറിനൊപ്പം കോഴിക്കോട് നിന്ന് അശ്വിൻ പല്ലത്ത്, News 18.